രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് നാദാപുരം. വടക്കൻ കേരളത്തിന്റെ വിപ്ലവ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട നാദാപുരം മണ്ഡലം ഇത്തവണ അഭിമുഖീകരിക്കുന്നത് അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ്. കഴിഞ്ഞ 30 വർഷമായി ഇടതിനൊപ്പം നിൽക്കുന്ന നാദാപുരത്ത് ഇത്തവണ നടക്കുക ശക്തമായ പോരാട്ടമാകുമെന്നത് ഉറപ്പാണ്. എക്കാലവും CPIക്കൊപ്പം നിന്ന മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസിലെ യുവ നേതാവിനെയാണ് പാർട്ടി ഇത്തവണ കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. എക്കാലവും CPI ജയിച്ചു കയറുന്ന മണ്ഡലം പിടിക്കാൻ UDF നിയോഗിച്ചത് യുവ നേതാവ് KM അഭിജിത്തിനെയാണ്. CPIയുടെ ഉറച്ച കോട്ടയായി അറിയപ്പെടുന്ന ഇവിടെ 5.5 പതിറ്റാണ്ട് നീണ്ട ഇടത് ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടാണ് UDF ഇത്തവണ കളം നിറഞ്ഞിരിക്കുന്നത്. ജന്മികുടിയാൻ പോരാട്ടങ്ങളും കർഷക പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും നേരിൽ കണ്ട ഈ മണ്ണിൽ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം കാത്തു സൂക്ഷിക്കുന്ന ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ KM അഭിജിത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. 7 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന KSUവിന്റെ ചരിത്രത്തിൽ സമരമുഖങ്ങളിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയ ഊർജ്ജസ്വലനായ യുവ നേതാവാണ് KM അഭിജിത്ത്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നാദാപുരം തിരിച്ചുപിടിക്കാൻ നിയോഗിക്കപ്പെട്ട അഭിജിത്ത് നിലവിൽ പ്രചാരണവുമായി മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. നീതിക്കും സത്യത്തിനും വേണ്ടി പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടാനുള്ള KM അഭിജിത്തിന്റെ നേതൃപാടവം എല്ലായ്പ്പോഴും അഭിജിത്തിനെ മറ്റുള്ള നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കാറുണ്ട്. ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് പൂർത്തിയാക്കാൻ ഏതറ്റം വരെയും പോകാനുള്ള ചങ്കൂറ്റവും ആർജവവും അഭിജിത്തിനുണ്ട്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും യുവജനങ്ങളുടെ ഭാവിക്കും വേണ്ടി നടന്ന അനവധി സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസിന്റെ മർദ്ദനങ്ങൾ നേരിട്ട KM അഭിജിത്ത് കോൺഗ്രസ് സമര പോരാട്ടങ്ങളിലെ മുൻനിര പോരാളിയാണ്. കാർഷിക സമ്പത്തും വീരേതിഹാസം എഴുതിയ വടക്കൻ പാട്ടുകളുടെ മുഴക്കവും സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഓർമ്മകളും പ്രവാസികളുടെ സ്വപ്നങ്ങളും യുവജനങ്ങളുടെ ഊർജവും കായിക ആവേശവും ചേർന്നതാണ് നാദാപുരം. ഈ മണ്ണിന് ഏറെ വികസന സാധ്യതകളുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടായി CPIയുടെ ഭരണത്തിൽ വികസന മുരടിപ്പും അവഗണനയും മാത്രമാണ് നാദാപുരത്തിന് ലഭിച്ചിട്ടുള്ളത്. മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കർഷകരുടെ ദുരിതങ്ങൾ, പ്രവാസി കുടുംബങ്ങളുടെ ആശങ്കകൾ, യുവാക്കളുടെ തൊഴിൽ പ്രതീക്ഷകൾ ഇതെല്ലാം ശക്തമായി നിയമസഭയിൽ ഉയർത്തിപ്പിടിക്കേണ്ട സമയമാണിത്. നാദാപുരത്തിന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങേണ്ട സമയം കൂടിയാണിത്. ഇതിന് അഭിജിത്തിനെ പോലെയുള്ള ആർജവമുള്ള ജനകീയനായ യുവ നേതാവിന് സാധിക്കുമെന്നത് ഉറപ്പാണ്. നാദാപുരത്തിന്റെ വികസനത്തിനും നാടിന്റെ മുന്നേറ്റത്തിനും അഭിജിത്തിനെ പോലെയുള്ള ഊർജ്ജസ്വലരായ യുവ നേതൃത്വങ്ങൾ അനിവാര്യമാണ്. മണ്ഡലത്തിൽ കാലാകാലങ്ങളായുള്ള ഇടതുഭരണം വികസന മുരടിപ്പിനിടയാക്കിയിട്ടുണ്ടെന്നും ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ഇത് വോട്ടായി മാറുമെന്നുമുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. യുവ നേതാവായ KM അഭിജിത്തിനെ ഇറക്കി മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ പരിചയസമ്പന്നരെ മുൻനിർത്തിയാണ് ഇടതിന്റെ പോരാട്ടം. ഇത്തവണ മണ്ഡലം നിലനിർത്താൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ അഡ്വക്കേറ്റ് P വസന്തത്തെയാണ് CPI നിയോഗിച്ചിരിക്കുന്നത്. LDFും UDFും നേർക്കുനേർ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി വിപിൻ ചന്ദ്രനാണ് മത്സരിക്കുന്നത്. ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം CH കണാറിനെ പോലെയുള്ള അധികായന്മാരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കും വീഴ്ചയ്ക്കും സാക്ഷ്യം വഹിച്ച നാദാപുരം CPIയെ സംബന്ധിച്ച് വടക്കൻ കേരളത്തിലെ തങ്ങളുടെ അസ്തിത്വത്തിന്റെ തന്നെ അടയാളമാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി ആടി ഉലയാതെ നിൽക്കുന്ന ഈ ഇടത് കോട്ടയിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തലത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ CPIഎമ്മിന്റെ വിജയം സങ്കീർണമാണ്. കാരണം മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 6 LDF ഭരിക്കുമ്പോഴും ആകെ വോട്ടുകളുടെ എണ്ണത്തിൽ UDFന് 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെന്നത് ഇടതുപക്ഷത്തിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. മാത്രമല്ല നിലവിലെ MLA ആയ EK വിജയൻ മണ്ഡലത്തിൽ വ്യക്തിപരമായ ദോഷങ്ങളില്ലാത്ത സൈലന്റ് ആയ നേതാവാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാര്യമായ സ്വാധീനമുള്ള നേതാവായി വളരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതൊരു പോരായ്മയെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള ഒരു പ്രഭവ കേന്ദ്രമായി നാദാപുരം മാറുമോ എന്ന ആശങ്കയിലാണ് ഇടത് കേന്ദ്രങ്ങൾ. അതേസമയം കഴിഞ്ഞ 10 വർഷമായുള്ള ഇടതിന്റെ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് KM അഭിജിത്തും ടീം UDFും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.